അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡോക്ടർ ഈഷ. ഞാൻ ഒരു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ പാത്തോളജിസ്റ്റാണ്. ബേസിക്കലി ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ഈ മേഖലയിലാണ്, ഓറൽ മാക്സിലോഫേഷ്യൽ പാത്തോളജിയിലാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഓറൽ ക്യാൻസറിനെ കുറിച്ചാണ്, വായിൽ വരുന്ന ക്യാൻസറിനെ കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് വായിൽ വരുന്ന ക്യാൻസർ എന്ന് പറയുന്ന അസുഖം. പൊതുവെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം നമുക്കറിയാം എത്രയോ മാരകമായ കണ്ടീഷനിലേക്ക് ഒരു രോഗിയെ കൊണ്ടെത്തിക്കുകയും അയാളുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഒരു അസുഖമാണെന്നുള്ളത്. വായിലുള്ള ക്യാൻസറിൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല, ഇത് തന്നെയാണ് അവസ്ഥ. എന്നാൽ വായിലെ ക്യാൻസർ എന്ന് പറയുന്നത് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ മുറുക്കാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പാൻ പരാഗ് ഉപയോഗിക്കുക, പുക വലിക്കുക എന്നതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് വായിൽ ക്യാൻസർ വരിക എന്നുള്ളതാണ്. അത് അല്ല. അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കാരണം റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് റിസർച്ചസിലും ഒരുപാട് ക്ലിനിക്കലായിട്ടുള്ള കേസസും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വായിൽ ക്യാൻസർ എന്ന അസുഖം വരുന്നത് ഈ പുകവലി, ടൊബാക്കോ യൂസേജ് കൊണ്ടോ, അല്ലെങ്കിൽ പുകയില ചവയ്ക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ പാൻ പരാഗ് പോലത്തെ വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് മാത്രമല്ല. യഥാർത്ഥത്തിൽ ക്യാൻസർ എന്നുള്ള അസുഖം വരുന്നത് ഈ പറഞ്ഞതെല്ലാം ഒരു തരത്തിൽ കാർസിനോജനിക് ആണ്. ഇതല്ലാണ്ടും ക്യാൻസർ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതാണ് ട്രോമ കൊണ്ടുണ്ടാവുന്ന ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ആരുടെയെങ്കിലും വായിൽ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ ഉണ്ടെങ്കിൽ, അതായത് പൊട്ടിയ പല്ലുകളോ എന്തെങ്കിലും കേടുവന്ന് പൊട്ടിയ പല്ലുകളോ, എന്തെങ്കിലും ഫ്രാക്ചർ ആയിട്ടുള്ള പല്ലുകൾ, എന്തെങ്കിലും നിങ്ങൾ കടിച്ചപ്പോഴോ വീണപ്പോഴോ പൊട്ടിയിട്ടുള്ള പല്ലുകളും ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ, അതല്ലെങ്കിൽ പൊതുവേ ഒരു കാലം എത്തുമ്പോൾ നമ്മുടെ പല്ലുകൾക്കൊക്കെ ഒരു ചെറിയ തേയ്മാനം സംഭവിക്കും. ആ തേയ്മാനം കൊണ്ടുണ്ടായ ഷാർപ്പായിട്ടുള്ള പല്ലുകളാണെങ്കിലും, പ്രത്യേകിച്ച് അണക്കലുള്ള പല്ലുകളോ ആണെങ്കിൽ നമ്മുടെ നാക്കിൻ്റെ സൈഡിൽ ഈ പല്ല് ഒരഞ്ഞ് നമ്മൾ അറിയത്ത് പോലും ഇല്ല, അങ്ങനെ ഒരഞ്ഞ് ക്രമേണ അത് ഒരു അൾസറായി മാറുന്ന. ആ അൾസർ നോൺ ഹീലിംഗ് ആണെങ്കിൽ, അതായത് ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ വായിൽ അങ്ങനെ ഒരു അൾസർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഒരിക്കലും അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അടുത്തുള്ള ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഓറൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും അടുത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. ആ ഭാഗത്തൊരു ബയോപ്സി എടുത്ത് നോക്കണം. കാരണം ഏത് പ്രായത്തിലും ഈ വരുന്ന അവസ്ഥയിലുള്ള കണ്ടീഷൻസ് ഒരു ക്യാൻസറസ് ആയിട്ടുള്ള അൾസറായിട്ട് നമ്മൾക്ക് കാണാറുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ഒരുപാട് കേസസ് അത്തരത്തിൽ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. എൻ്റെ ഒരു അനുഭവത്തിലുണ്ട്. ഒരു വളരെ ചെറിയൊരു പയ്യൻ, ഒരു 21 വയസ്സുള്ള ഒരു പയ്യൻ, അവന് വായിൽ ഈ പറഞ്ഞ ഒരു അൾസർ ഉണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് അവൻ്റെ കൂടെയുള്ള ഒരു കൂട്ടുകാരനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ മെഡിക്കൽ കോളേജിലുള്ള സമയത്താണ്, കോഴിക്കോട്. അവൻ കൂട്ടുകാരനെ കാണിക്കാൻ വന്ന ഇടയിൽ അവൻ വെറുതെ ഒരു OP ടിക്കറ്റ് എടുത്തിട്ട് അവൻ്റെ വായിൽ കുറച്ച് നാളായിട്ടൊരു അൾസർ ഉണ്ട്, മാറുന്നില്ല, എന്തെങ്കിലും മരുന്ന് എന്നുള്ള രീതിയിൽ കാണിച്ചതാണ്. അപ്പോൾ അവർ ഡെഫിനറ്റായിട്ടും നമുക്ക് കൺസൾട്ടേഷൻ തരും. കാരണം ആ അൾസറിൻ്റെ ഫോം കണ്ടാൽ നമുക്കറിയാൻ പറ്റും അതൊരു പെശകായിട്ടുള്ള അൾസറാണ്, ഒരു പ്രശ്നം പിടിച്ച അൾസറാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒരു ബയോപ്സി അഡ്വൈസ് ചെയ്ത് ബയോപ്സി എടുത്ത് നോക്കിയപ്പോൾ ഇറ്റ് വാസ് സ്റ്റേജ് ഒരു നമ്മൾ പറയുക ഒരു ഡിഫറൻഷിയേഷൻ കുറച്ച് കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആയിരുന്നു. അതായത് ഇറ്റ് വാസ് എ പൂർലി ഡിഫറൻഷിയേറ്റഡ് ക്യാൻസർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ അത് ആ പയ്യനോട് നമുക്ക് പറയാം, നമ്മൾ അതിൻ്റേതായ കൗൺസിലിംഗ് കാര്യങ്ങളോടൊക്കെയാണ് പറഞ്ഞത്. കാരണം ആ കുട്ടി ഒറ്റയ്ക്കാണ് വന്നത്, ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി അത് എടുത്തില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു കൊല്ലത്തിന് ശേഷം ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ പയ്യൻ്റെ ഒരു ബന്ധു വന്നിട്ടാണ് നമ്മളടുത്ത് പറയുന്നത്, ഇവിടുന്ന് മുമ്പ് ഇതുപോലെ ഒരു റിപ്പോർട്ട് പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേരും കാര്യങ്ങളും പറഞ്ഞപ്പോൾ നമ്മളോട് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇതിന് ഒരു ട്രീറ്റ്മെൻറ്റ് പോയിട്ടില്ല. അവൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു ആയുർവേദ ഇവിടെയൊക്കെ കാണിച്ചിട്ട് അവരെന്തോ മെഡിക്കേഷൻ കൊടുത്ത് കാണണം, എന്തെങ്കിലും ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്. ഇവൻ ഇതൊരു ക്യാൻസറാണ് നമ്മൾ പറഞ്ഞതിന് അത് സീരിയസ് ആയിട്ട് അവൻ എടുത്തിട്ടില്ല, അവൻ വീട്ടിലും പറഞ്ഞിട്ടില്ല. ഒരു
കാലം കഴിയുമ്പോൾ നമ്മൾ നാക്കിൽ വരുന്ന ക്യാൻസറാണ്, നാക്കിൽ അൾസറായിട്ടാണ് ക്യാൻസർ കാണാറുള്ളത്. അത് ഒരു കാലം കഴിയുമ്പോൾ ഉള്ളിലുള്ള മസിൽസിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി നാക്ക് നമുക്ക് കുഴയാൻ തുടങ്ങും, നമ്മുടെ നാക്ക് സംസാരം കുഴയാൻ തുടങ്ങും. ആ അവസ്ഥയിലെത്തിയ കണ്ടീഷനിൽ വീട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ കുട്ടി ഭയങ്കരമായിട്ട് മെലിയാനും തുടങ്ങിയപ്പോഴാണ് വീട്ടുകാർ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അവനോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് മുമ്പ് കിട്ടിയ കാര്യവും ഒക്കെ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മളെ അടുത്തേക്ക് അവർ 1 കൊല്ലം കഴിഞ്ഞിട്ട്, അപ്പോഴേക്കും ആ കണ്ടീഷൻ ഉള്ളിലോട്ട് പോയി. ഇപ്പോൾ അവനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏതോ അവസ്ഥയിലായിക്കോട്ടെ, ചെറിയ അൾസറോ വലിയ അൾസറോ, നിങ്ങളുടെ വായിൽ പെയിൻലെസ് ആയിട്ടുള്ള, അതായത് വേദനയൊന്നും ഇല്ലാണ്ട് ഒരുപാട് നാളായിട്ട് ഹീലിംഗ് ഇല്ലാത്ത ഒരു അൾസർ നിങ്ങളുടെ വായിലുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഡെഫിനറ്റായിട്ട് വന്നിട്ട് കാണിക്കണം. അതൊരു ബയോപ്സി എടുത്ത് നോക്കണം. അത് നമുക്ക് ഒരു തുടക്ക സ്റ്റേജിലാണ്. ഡെഫിനറ്റായിട്ടും ചെറിയൊരു എക്സിഷൻ വഴി അത് നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ പ്രോഗ്രസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അഡ്ജസൻറ്റ് ലിംഫ് നോഡും കൂടെ റിസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, പിന്നീട് നമുക്ക് പേടിക്കാനില്ല. അതല്ല, നിങ്ങളത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വേറെ ഓർഗനിലോട്ടും വേറെ നമ്മുടെ ശരീരഭാഗത്തിലോട്ടും മെറ്റാസ്റ്റസൈസ് ചെയ്യും ക്യാൻസറസ് സെൽസ്. അത് പിന്നീട് വളരെ വലിയ ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങും. നമ്മുടെ ജീവൻ അപകടത്തിലാവും. പിന്നീട് അത് വേറെ ഓർഗനിലൊക്കെ മെറ്റാസ്റ്റസൈസ് ചെയ്ത ക്യാൻസർ സെൽസ് മെറ്റാസ്റ്റസൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മളെടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഡെഫിനറ്റായിട്ട് ഒരു 5 കൊല്ലത്തിൽ കൂടുതൽ നമുക്ക് ജീവൻ ആയുസ് നിലനിർത്താൻ കഴിയില്ല. അപ്പോൾ പ്ലീസ് എവരിബഡി, അങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങളുടെ വായിൽ ഷാർപ്പായിട്ടുള്ള പല്ലുകളുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അടുത്തുള്ള ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി അതിൻ്റെ റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രിമ്മിങ് എന്ന് പറയും. ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങൾ അവരൊന്ന് ട്രിം ചെയ്ത് തരും. അപ്പോൾ തന്നെ ഒരുവിധം ആ ഭാഗത്ത് ബൈറ്റ് വരില്ല. അപ്പോൾ നമുക്കൊരുവിധം നമ്മൾ സെൽഫായിട്ട് നമ്മൾ ഓറൽ ക്യാവിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഷാർപ്പായിട്ടുള്ള പല്ലുകൾ ഇല്ലാത്ത അവസ്ഥയിലും, പ്രത്യേകിച്ച് ടൊബാക്കോ യൂസേജ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലും, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്, HPV. നമുക്ക് സെർവിക്കൽ ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് സെർവിക്സിൻ്റെ അവിടെ വജൈനൽ സെർവിക്കൽ ഏരിയയിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. ആ വൈറസും ഓറൽ ക്യാവിറ്റിയിൽ, വായയിൽ ക്യാൻസർ ഉണ്ടാക്കും. സോ വജൈനൽ ക്യാൻസർ ഉണ്ടാക്കുന്ന അതേ ഇപ്പം സെക്ഷൽ ഹാബിറ്റ്സിൻ്റെ വ്യത്യാസം കൊണ്ടും അതല്ലാണ്ടും ഓറൽ ക്യാവിറ്റിയിൽ ഹ്യൂമൻ പാപ്പിലോമ HPV വൈറസിൻ്റെ പ്രൊലിഫറേഷൻ കൊണ്ട് തന്നെ വായിൽ ക്യാൻസർ ഉണ്ടാവുന്നുണ്ട്. സോ പ്ലീസ് എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ കുട്ടികളിലും വലിയവരിലും മുതിർന്നവരും പ്രായമായവരിലും പുകവലിക്കുന്നവരും വലിക്കാത്തവരിലും ആരിൽ വേണമെങ്കിലും ക്യാൻസർ വരാം. സോ പ്ലീസ് ബി അവെയർ ഓഫ് ദിസ്. ഉണങ്ങാത്ത മുറിവുകൾ നിങ്ങളുടെ വായിലുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പ്ലീസ് ഗോ ആൻഡ് കൺസൾട്ട് ഡെൻറ്റിസ്റ്റ്. ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. മുറിവിൻ്റെ ചുറ്റും ഒന്ന് കൈവിരൽ ഓടിച്ച് നോക്കുക. ഒരു കട്ടിപ്പ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. പ്ലീസ് ഗോ ആൻഡ് കൺസൾട്ട് എ ഡെൻറ്റിസ്റ്റ് ഓർ എ ഫിസിഷ്യൻ. നിങ്ങൾക്ക് ബയോപ്സി എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ബയോപ്സി അഡ്വൈസ് ചെയ്യാൻ പറയുക. ഗോ ടു എ ഡെൻ്റൽ ക്ലിനിക് ഓർ എ ഡെൻ്റൽ കോളേജ് ആൻഡ് ഗെറ്റ് എ ബയോപ്സി ഡൺ പ്ലീസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവൻ അപകടത്തിലാവുന്ന വലിയൊരു നോളേജാണ്. പ്ലീസ് പാസ് ഇറ്റ് ഓൺ ടു അതേഴ്സ് ഓൾസോ. താങ്ക് യു സോ മച്ച്.